എന്തുവാ ഹലോ എവ്രി വൺ. ഇവളെന്തു പറയുന്നതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത്? വെയിറ്റ് ശരിയാക്കി തരാം. ഞങ്ങൾ രണ്ടാൾക്കും ഇന്ന് കോമൺ ആയിട്ടുള്ളൊരു അവധി ആയതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നു വെച്ചു. ഇവിടെ നമ്മൾ അടുത്ത് ക്ലാസിക് കാർസിൻ്റെ ഒരു കിടിലൻ കളക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അകത്ത് കയറി കാണാൻ ടിക്കറ്റ് ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് അകത്ത് കയറി കാണാം. പിന്നെ നമ്മളെ കാശുണ്ടെങ്കിൽ നമുക്ക് കിഡിൽ വരണം മേടിച്ച് വീട്ടിൽ കൊണ്ടിടുകയും ചെയ്യാം. ഈ ജർമ്മനി എന്ന് പറയുന്ന കൺട്രി തന്നെ കാറുകളുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണല്ലേ. നമ്മൾ ഈ കാണുന്ന ഓട്ടോമൊബൈൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മനുഷ്യൻ ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് റിജക്ഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതെ, കാർ ബെൻസ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബെൻസ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഫൗണ്ടർ. പുള്ളിയുടെ കഥ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 139 വർഷം മുന്നേ ആണ്. അന്നാണ് പുള്ളി ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഹോഴ്സ്ലെസ് കാരേജ് എന്നൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. പുള്ളി പറഞ്ഞത് കിട്ടിലെ ഒരു ഐഡിയ ആയതുകൊണ്ട് നോർമലി എന്തോ സംഭവിക്കുന്നത്, എല്ലാവരും അതിനെ അങ്ങ് എതിർത്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻവെൻഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ആരും തന്നെ റെഡി ആയിരുന്നില്ല, ഈവൻ ഇൻവെസ്റ്റേഴ്സ് പോലും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാൾ ബെൻസ് മൊത്തത്തിൽ ഗീവ് അപ്പ് ചെയ്യാനിരിക്കുമ്പോഴാണ് നമ്മളെ കഥാനായികയുടെ എൻട്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെർത്ത ബെൻസ്. ഒരു ദിവസം രാവിലെ കാൾ ബെൻസ് പോലും അറിയാണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 മക്കളെയും കൂട്ടിയിട്ട് ഒരു 66 മൈൽ ദൂരം ഈ ഒരു കാർ ഓടിച്ച് യാത്ര പോയി. അങ്ങനെ ഈ വണ്ടിയിൽ ഫസ്റ്റ് ജേർണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവർ പോകുന്ന വഴി ഇവരുടെ ഫ്യൂൽ പൈപ്പ് ബ്ലോക്കായി. അപ്പോൾ അവർ അവരുടെ ഹെയർ പെൻ യൂസ് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത് പിന്നെയും മുന്നോട്ട് പോയി. ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് പുള്ളിക്കാരി നാട്ടിൽ ഭയങ്കര ഫേമസ് ആയി. പുള്ളിക്കാരി പോലും അറിയാണ്ട് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൗണിൽ വെയിറ്റ് ചെയ്ത് വരുന്നു. എന്തിന്? ലോകത്തിലെ ആദ്യത്തെ ആ ഒരു കാറ് കാണാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ മെഴ്സിഡസ് ബെൻസ് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടായത്. അതുമാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ഏത് ബ്രാൻഡ് എടുത്താലും എല്ലാ ബ്രാൻഡുകൾക്ക് പിന്നിലും ഇതുപോലെയൊക്കെ ഒരു കഥകളുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചില സ്വപ്നങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ വിൽ സീ യു ബിഫോർ ദ നെക്സ്റ്റ് ബ്ലർ. ബൈ ബൈ.